വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നീലഗിരിയിൽ സംസ്ഥാനത്ത് വരയാടുകളുടെ കണക്കെടുപ്പ് ഇന്ന് തുടങ്ങും. മെയ് 17-ന് സമാപിക്കും. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഇതോടൊപ്പം കണക്കെടുപ്പ് നടത്തും. പശ്ചിമഘട്ട മലനിരകളുടെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ പാറക്കെട്ടുകളും പുൽമേടുകളുമുള്ള ഭാഗങ്ങളിലായാണ് വരയാടുകളെ കണ്ടുവരുന്നത്. കേരളത്തിൽ ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പെരിയാർ, മൂന്നാർ, മാങ്കുളം, റാന്നി, നെയ്യാർ, വയനാട്, പാലക്കാട്, ഈസ്റ്റേൺ സർക്കിളിലെ നെല്ലിയാമ്പതി, പറമ്പിക്കുളം, സൈലന്റ് വാലി, കരിമ്പുഴ വന്യജീവി സങ്കേതം തുടങ്ങിയ ഭാഗങ്ങളിൽ വരയാടുകളുണ്ട്. മലപ്പുറം ജില്ലയിൽ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ മൂക്കുരുത്തി മലനിരകളിലാണ് സാന്നിധ്യമുള്ളത്. 2 ഘട്ടങ്ങളിലായാണ് സർവേ. ഇന്നു മുതൽ 27 വരെ നേരിട്ട് നിരീക്ഷിച്ച കണക്കെടുപ്പാണ്. നിയോഗിക്കപ്പെട്ടവർ 4 ദിവസം കാട്ടിൽ ക്യാമ്പ് ചെയ്യും. 27 മുതൽ മെയ് 17 വരെ ക്യാമറകൾ ഉപയോഗിച്ച് കണക്കെടുക്കും. CCF കൂടിയായ പെരിയാർ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടറാണ് കണക്കെടുപ്പിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ. ഡിവിഷൻ തലങ്ങളിൽ ചുമതലക്കാരുണ്ട്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ മൂക്കുരുത്തി മേഖലയെ 2 ബ്ലോക്കുകളാക്കി തിരിച്ചാണ് കണക്കെടുക്കുന്നത്. ഓരോ ബ്ലോക്കിനും പ്രത്യേക സംഘമുണ്ട്. കരിമ്പുഴ സങ്കേതത്തിന്റെ അസിസ്റ്റന്റ് വാർഡനായ കരുളായി റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാനാണ് കോർഡിനേറ്റർ. 27-ന് രാവിലെ 6:30-ന് 2 സംഘങ്ങൾ മുക്കുരുത്തിയിലെത്തും. ബൈനോക്കുലറിലൂടെ നിരീക്ഷിച്ച് ആൺ, പെൺ, കുട്ടികൾ എന്നിങ്ങനെ ഇനം തിരിച്ച് രേഖപ്പെടുത്തണം. ഒപ്പം മാംസഭോജികളായ മൃഗങ്ങളുടെ കണക്കെടുപ്പ് പ്രത്യേകം നടത്തും. ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണത്തിലെ വിവരങ്ങൾ ചേർത്ത കരിമ്പുഴ വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് വാർഡനായ നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ വിശദമായ റിപ്പോർട്ട് CCF വഴി പെരിയാർ റിസർവിന് കൈമാറും. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.